ഇവനാണ് നമ്മളെ ഡ്രൈവർ ദേവരാജ്. ഈ ദേവരാജ് എന്നെ കൂട്ടിക്കൊണ്ടുപോകണത് ജന എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കട്ടാ. അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത കാരണം കുറച്ചുള്ളൂ വെള്ളം. പക്ഷെ എന്നാലും നമുക്ക് ആ ജന വാട്ടർഫാൾ എന്ന് കാണാം, ആ വില്ലേജ് ഒന്ന് കാണാൻ വെച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് ഈ വാട്ടർഫാളിൻ്റെ അടിയിലൊരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹെവി റെയിലുള്ള ടൈമിൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ചെറിയ വെള്ളച്ചാട്ടം ആകുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓപ്പൺ എയറിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാം. ഒരു വെറൈറ്റി തന്നെയല്ലേ. ഇതുപോലത്തെ കാഴ്ച അവിടെ കോമൺ ആയിട്ടാണ്. മുത്തശ്ശിമാരൊക്കെ ഇരുന്നിട്ട് സ്വന്തമായിട്ട് പേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഹാൻഡ് മെയ്ഡ്. അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് തന്നെ റെസ്റ്റോറൻ്റ് ആട്ടത്. അപ്പോൾ അവിടുന്ന് ഒരു റൊട്ടി കഴിച്ചത്. റൊട്ടിൻ്റെ ഒപ്പം നല്ല നെയ്യുണ്ടായിരുന്നു, അതുപോലെ ശർക്കര, ഇതും മിക്സ് ആയിട്ടാണ് കഴിക്കുക. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വന്നൊരു റെസ്റ്റോറൻ്റാണ്. വളരെ പഴയൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ. നല്ലൊരു അവിടുത്തെ ഒരു വില്ലേജ് സ്റ്റൈൽ. അപ്പോൾ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫോട്ടോസ് ഇവിടെ ഉണ്ട്. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പേരുണ്ട്. എനിക്ക് പറയണം മനസ്സിലായില്ല. നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ വില്ലേജ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് കാണുക. ഈ ടൗണിലത്തെ തിരക്കിൽ നിന്ന് മാറിയിട്ട് വില്ലേജുകൾ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയല്ലേ. ഈ മണാലി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഈ ജന വില്ലേജൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. ഒരു 30 കിലോമീറ്റർ ഉള്ളൂ അവിടുന്ന്. ഒരു 1 hour യാത്ര എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ അധികം വരുന്നതില്ല, കുറച്ച് ആൾക്കാർ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഫോളോ ചെയ്ത് പിന്നാലെ കൂടിക്കോളി. ഇതുപോലത്തെ വീഡിയോ ഇനിയും കാണാം. അടുത്ത വീഡിയോ കാണാം. ബൈ.